ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബവിൻ വ്ളോഗ്സ്. ഇന്ന് വളരെ പെട്ടെന്നൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു തവ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് പച്ചമുളക് ഒരു 4 എണ്ണം, സവാള ഒരു 2 എണ്ണം, തക്കാളി ചെറുത് 2 എണ്ണം, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കാര്യങ്ങളിട്ട് ഒന്ന് വഴറ്റുവാണ്. ഒന്ന് വഴലട്ടെ. അപ്പോൾ ഈ ഒരു ചിക്കൻ വരട്ടിൻ്റെ മസാലയ്ക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന പൊടികൾ ഇതൊക്കെയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയുമാണ് ഇതിനാവശ്യമായ പൊടികൾ. അങ്ങനെ നമ്മുടെ തക്കാളി, സവാള അതെല്ലാം ഒന്ന് വഴന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് മസാല ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്നുകൂടെ ഇളക്കാം. അങ്ങനെ നമ്മുടെ മസാല എല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് വഴന്ന ശേഷം ഞാനിവിടെ ചിക്കൻ വേവിച്ചാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഇട്ട് അതെല്ലാം ഒന്ന് നല്ലപോലെ എല്ലാ അരപ്പെല്ലാം ഒന്ന് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് നെയ്യാണ്. നെയ്യിട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. അതിലൊരു ചെറിയൊരു തിള വന്നപ്പോഴേക്കും നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ടൈസൺ കോഴിയുടെ ചിക്കനാട്ടോ, എന്ന് വെച്ചാൽ അതിൻ്റെ മീറ്റാണ്. അപ്പോൾ അത് ഈ നാടൻ കോഴി പോലെ തന്നെ നല്ല കുറച്ച് കട്ടിയുള്ളതാണ്. നമ്മുടെ കുക്കറിൽ ഒരു 4 വിസിലെങ്കിലും പോകേണ്ടി വരും. അതുകൊണ്ട് ഞാനത് ആദ്യം തന്നെ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടൊന്ന് വേവിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ മീറ്റ് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് റെഡിയായി. നമുക്കിച്ചിരി നാരങ്ങ നീര്, ചെറിയൊരു നാരങ്ങയുടെ ഒരു 1/4 ഭാഗം ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ ചിക്കൻ വരട്ട് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പൊറോട്ട, ചോറ്, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.